മാഡം, ഞാനിപ്പോൾ എൻ്റെ അമ്മായിയമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്. എൻ്റെ കഥ കേട്ടിട്ട് മാഡം എന്നെ കുറ്റം പറയുമോ എന്നറിയില്ല. എങ്കിലും എനിക്ക് പറയണമെന്നുണ്ട്. എൻ്റെ യഥാർത്ഥ പേര് ഞാൻ പറയുന്നില്ല. തൽക്കാലം എന്നെ അരുൺ എന്ന് വിളിച്ചോളൂ. എനിക്ക് 32 വയസ്സ്. എനിക്ക് ഒരു കമ്പനിയിൽ സ്ഥിരം ജോലിയുണ്ട്. 4 വർഷത്തിന് മുമ്പാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. അത് വീട്ടുകാരെല്ലാം ആലോചിച്ച് കണ്ടെത്തിയതാണ്. എനിക്കും പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. നാള് ചേരുകയും ചെയ്യും. ഞങ്ങൾക്ക് 2 പേർക്കും നാളിൽ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ഞങ്ങളുടെ കല്യാണം മംഗളകരമായി നടന്നു. എൻ്റെ ഭാര്യയ്ക്ക് ആദ്യ ദിനം തൊട്ട് എന്നോട് നല്ല അടുപ്പോ സ്നേഹമായിരുന്നു. എനിക്ക് ഒന്നും അവൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല. എന്നോട് പ്രണയാർദ്രമായി പെരുമാറാൻ അവൾ ഒരു മിടുക്കിയായിരുന്നു. പിന്നെ എനിക്ക് ചിലപ്പോഴൊക്കെ ഇത്തിരി ഡൗൺ ആയെന്ന് പറഞ്ഞാലും എന്നെ അവൾ ശരിയാക്കിയെടുക്കുന്ന ടൈപ്പാണ്. വിഷമം വന്നാലും എൻ്റെ കൂടെ ചേർന്ന് നിൽക്കും. എന്നോട് പറയും, സാരമില്ല, എല്ലാം ശരിയാകും. ആദ്യ ദിവസങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര പേടിയും വെപ്രാളം ഒക്കെ ആയിരുന്നു. അപ്പോഴൊക്കെ അവൾ എന്നോട് പറഞ്ഞത്, അതൊന്നും സാരമില്ലെന്നേ, ആരും ഒന്നും പഠിച്ചുകൊണ്ടല്ലോ ദാമ്പത്യ ജീവിതത്തിലേക്ക് വരുന്നത്. ഇതിലൊക്കെ ഇത്ര പേടിക്കാൻ എന്തിരിക്കുന്നു ചേട്ടാ, എല്ലാം പതുക്കെ ശരിയായാൽ മതി. പിന്നെ ഞാൻ ഒരു കാര്യം മാത്രം പറയാം, നമുക്ക് ഒരു കുട്ടി ഇപ്പോഴെങ്ങും വേണ്ട, 2-3 വർഷം കഴിഞ്ഞിട്ട് മതി. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോഴേക്കും നമ്മൾ തമ്മിൽ നല്ല സ്നേഹമായി സെറ്റാകും എന്നവൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം പലപ്പോഴും എല്ലാവരും കല്യാണം കഴിച്ച് അവർ തമ്മിൽ ഒരടുപ്പം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കുട്ടികളാകും. പിന്നെ 2 പേരും കൂടി അകന്നു പോവുകയും ചെയ്യും. അതിനേക്കാൾ എത്രയോ നല്ലതാണ് 2-3 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി അടുത്തറിഞ്ഞ് എല്ലാ കാര്യങ്ങളിലും നല്ല യോജിപ്പ് വന്ന ശേഷം കുട്ടി ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ഭർത്താവ് പ്രതീക്ഷിക്കുന്ന എല്ലാ ഗുണങ്ങളും എൻ്റെ ഭാര്യയിലുണ്ടായിരുന്നു. അതിനെല്ലാം കാരണക്കാരി എൻ്റെ ഭാര്യയുടെ അമ്മയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല സ്നേഹം, പിന്നെ എല്ലാവരോടും നല്ല പരിഗണന, എന്നോട് വലിയ സ്നേഹമാണ്. ഞാൻ വരുന്നെന്നറിഞ്ഞാൽ തന്നെ എനിക്കിഷ്ടമുള്ള വിഭവങ്ങൾ ചോദിച്ചമ്മ ഉണ്ടാക്കി വയ്ക്കും. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അങ്ങനെ ഒരു കൺസിഡറേഷൻ ഇല്ല. വേണമെങ്കിൽ ഉള്ളത് കഴിച്ചോണം. എനിക്ക് എപ്പോഴും എൻ്റെ അമ്മായിമ്മയെ ഒത്തിരി ബഹുമാനവും ആദരവും തോന്നിയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ അമ്മായിപ്പൻ ഒരു പൂച്ച പോലുള്ള ഒരാളാണ്. അധികം സംസാരിക്കുന്നുമില്ല. ആ വീട്ടിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു വോയിസിലെന്ന് തോന്നാറുണ്ട്. എന്ന് വെച്ച് അമ്മായിമ്മ അയാളെ ഭരിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടുമില്ല. എന്നാലും പുള്ളി സൈലൻ്റാണ്. എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ എൻ്റെ അമ്മായിമ്മ മിടുക്കിയാണ്. ആ ഗുണമൊക്കെ എൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അത് നല്ലതാണെന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ ദാമ്പത്യം സുഖകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം, അതായത് വിവാഹം കഴിഞ്ഞ് 1.5 വർഷത്തിന് ശേഷമാണ്, ഒരു സുപ്രഭാതത്തിൽ വൈഫിനെ കാണാനില്ല. ഞാൻ ഓർത്തു പിണങ്ങിയിട്ടില്ല, ഇവളെവിടെ പോയി? എല്ലാവരും കൂടി അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞത്. അവൾ ഒളിച്ചോടി പോയിരിക്കുന്നത് അവളുടെ കാമുകൻ്റെ കൂടെയാണ്. കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ടേ എൻ്റെ ഭാര്യ അയാളുമായിട്ട് പ്രേമത്തിലായിരുന്നു. അവൻ പക്ഷേ ഗൾഫിൽ പോയിരുന്നു. അവൻ്റെ വീട്ടിൽ എന്തോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കല്യാണം കുറച്ച് കഴിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതൊക്കെ പറഞ്ഞ് 2 പേരും പിണങ്ങിയിരിക്കുകയായിരുന്നു. എങ്കിലും വീട്ടുകാർ എത്രയും പെട്ടെന്ന് കല്യാണം ആലോചിക്കുമെന്ന് അവൾ വിചാരിച്ചല്ല. അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവനെ വിളിച്ചപ്പോൾ അവൻ തൽക്കാലം വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഉടക്കും വഴക്കുമായി. ആ വാശിക്കാണ് ഭാര്യനെ കല്യാണം കഴിച്ചത്. പക്ഷേ ഒരിക്കൽ പോലും അവളുടെ പെരുമാറ്റത്തിൽ മറ്റൊരാളുമായി ഇഷ്ടത്തിലായിരുന്നു എന്ന് തോന്നുകയില്ല. ഞാൻ അവളുടെ ജീവനാണെന്നാണ് എനിക്ക് തോന്നിയത്. ഇതെല്ലാം കേട്ട് ശരിക്കും ഞാൻ തകർന്നു പോയി. അവൾ അവളുടെ പഴയ കാമുകനുമായി ഇടയ്ക്ക് സംസാരിച്ച് 2 പേരും കൂടി അവളുടെ പിണക്കം തീർത്തു. അയാൾ പറഞ്ഞു, കുഴപ്പമില്ല, കല്യാണം കഴിച്ചെങ്കിലും ഞാൻ ഇന്ന ദിവസം വരും, ആ സമയത്ത് നീ എൻ്റെ കൂടെ വരണമെന്ന്. അതറിഞ്ഞ അവൾ എന്നെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. ഇത്രയും വലിയൊരു ഷോക്ക് ആർക്ക് വരാനാണ്? അങ്ങനെയൊരു പ്രഹരം കിട്ടിയവനാണ് ഞാൻ. ഭാര്യ എന്നെ വിളിച്ച്, ഞങ്ങൾ സ്വസ്ഥമായ ഒരിടത്ത് താമസിക്കുന്നുണ്ട്, എന്നെ ഇനി അന്വേഷിക്കണ്ടെന്ന് പറഞ്ഞു. അവളോട് ഒന്നും ചോദിക്കാനും പറയാനുള്ള അവസരം അവൾ തന്നില്ല. അതിനു പകരം അമ്മായിയമ്മയോടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്കറിയാമല്ലോ മകൾക്ക് മറ്റൊരു പ്രേമം ഉണ്ടായിരുന്നെന്ന്. ഇതൊക്കെ അറിഞ്ഞിട്ടും മകളെ എന്തിനാണ് നിങ്ങൾ മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തതെന്ന്. അപ്പോഴേക്കും അമ്മായിയമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മോനെ, അവൾക്ക് പ്രേമം ഉണ്ടായിരുന്നു, അന്യമതസ്ഥനുമാണ്, വേണ്ടാന്ന് പറഞ്ഞതാണ്. പക്ഷേ അവനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പിന്നീട് പറഞ്ഞു
അവർ പിണങ്ങിയെന്നും. ഈ ആലോചന വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൾ സമ്മതിച്ചതാണ്. അങ്ങനെയാണ് വിവാഹം കഴിച്ചത്. അവൾ ഈ ചതി ചെയ്യുമെന്ന് ആരറിഞ്ഞു മോനെ? ഞാൻ അവളല്ലല്ലോ. ഞാനാണെങ്കിൽ ഒരിക്കലും അങ്ങനെ കാണിക്കില്ല. അവൾ അങ്ങനെ കാണിച്ചതിന് ഞാനെന്ത് പിഴച്ചു? നീ അവളെ ഉപേക്ഷിക്കൂ, വിവാഹമോചനം ചെയ്തോളൂ. ഞാൻ എല്ലാത്തിനും കൂട്ടു നിൽക്കാം. അല്ലാതെ ഞാൻ എന്താ ചെയ്യുക? അങ്ങനൊരു സ്ത്രീയെ ഭാര്യയായിട്ട് എൻ്റെ മോന് വേണ്ട എന്ന് പറഞ്ഞ് അമ്മായിമ്മ എൻ്റെ കൂടെ നിന്നു. സാധാരണ അങ്ങനൊരു സ്ത്രീകളും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതല്ല. അങ്ങനെയാണ് വിവാഹമോചനത്തിന് ഞങ്ങൾ മൂവ് ചെയ്തത്. അമ്മായിമ്മ ഒരിക്കൽ എൻ്റെ ഭാര്യയുമായി ഫോണിൽ സംസാരിച്ചു. അപ്പോൾ അവൾക്കൊരു പ്രശ്നവുമില്ല. അവൾ വരാം, ഇപ്പോഴിവിടെ ഇല്ല, ഇനി കുറച്ചുനാൾ കഴിഞ്ഞിട്ട് വന്ന് എല്ലാം മ്യൂച്വലായി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ കാലങ്ങൾ നീണ്ടു പോവുകയാണ്. അമ്മായിമ്മ പറഞ്ഞു, മോനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മോൻ്റെ ഭാവി അവതാളത്തിലാകും. അവൾ എത്രയും പെട്ടെന്ന് വരാൻ വേണ്ടി ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാം. മോൻ്റെ കൂടെ ഞാനുണ്ട്. എൻ്റെ മോളാണെന്ന് വെച്ച് അവളെ ഞാൻ ന്യായീകരിക്കില്ല എന്ന് പറഞ്ഞു. അവർ ഉള്ളത് എനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. എൻ്റെ വീട്ടുകാർ പോലും എന്നെ ഇതിനൊന്നും സപ്പോർട്ട് ചെയ്തില്ല. ഞങ്ങൾ മിക്കവാറും പല സ്ഥലത്തും വെച്ച് കാണാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയുടെ കൂടെ കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. ഞാൻ ഓർത്തു അവരുടെ വല്ല ബന്ധക്കാരുമായിരിക്കുമെന്ന്. പക്ഷേ ആൻറ്റി പറഞ്ഞു, എൻ്റെ ഫ്രണ്ടാണിത്, ഞങ്ങൾ രണ്ടുപേരും കൂടി സോഷ്യൽ മീഡിയയിൽ നിന്ന് പരിചയപ്പെട്ടതാണെന്ന്. എനിക്കത് കേട്ടപ്പോൾ അത്ഭുതം തോന്നി. ഇത്രയും പ്രായമുള്ള സ്ത്രീ എന്തിനാണ് ഇത്രയും കൊച്ചു പയ്യനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് പരിചയപ്പെടുന്നത്? അത് ഞങ്ങളെല്ലാവരും കോമൺ ഫ്രണ്ട്സാണ്. ഞാൻ പാട്ട് പാടുമല്ലോ, ഇവനും പാട്ട് പാടും. പാട്ട് പാടുന്നൊരു ക്ലബ്ബുണ്ട്, അതിലാണ് അംഗത്വം എന്നൊക്കെ പറഞ്ഞു. അത് ശരിയാണ്, അമ്മായിയമ്മ നന്നായി പാട്ട് പാടും. അങ്ങനെ ആയിരിക്കുമെന്ന് ഞാനും വിചാരിച്ചു. ഒരു ദിവസം അമ്മായിയമ്മ എന്നെ വിളിച്ചു, മോനെ നമുക്കെല്ലാവർക്കും കൂടി കോഴിക്കോട് വരെ ഒന്ന് പോകണം. എന്താ അമ്മേ? അമ്മയുടെ മോൾ വിളിച്ചോ? അവൾ വിളിച്ചൊന്നുമില്ല. അത് അവൾ വരുമ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ മോനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് അത് നമുക്ക് നോക്കാം. തൽക്കാലം മോൻ എൻ്റെ മരുമോൻ തന്നെയല്ലേ, അതുകൊണ്ട് എൻ്റെ കൂടെ കോഴിക്കോട് വരെ വരണം. ഞങ്ങൾക്കവിടെ ഒരു സംഗീത പ്രോഗ്രാമുണ്ട്. നമ്മൾ ഇന്നലെ കണ്ട ആ പയ്യനില്ലേ, അവനൊക്കെയുണ്ട്. അവനും ഞാനും കൂടി ജോഡിയായിട്ട് പാട്ട് പാടുന്നുണ്ട്. ഏത് പാട്ടമ്മേ പാടുന്നത്? 2-3 പാട്ടുണ്ട്. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും എന്നുള്ള പാട്ടിലെ അങ്ങനെ പഴയ ഗാനങ്ങളൊക്കെ പാടുന്നുണ്ട്. ആ പയ്യന് പഴയ പാട്ടുകളൊക്കെ അറിയാമോ? പിന്നെ അവൻ വലിയ പാട്ടുകാരനല്ലേ, അവൻ എല്ലാ പാട്ടും അറിയാം. ഞങ്ങൾ രണ്ടുപേരും കൂടി പഴയ ഗാനങ്ങളാണ് പാടുന്നത് എന്ന് പറഞ്ഞു. റിഹേഴ്സലിനൊക്കെ പോവാണെന്ന് ഇടയ്ക്ക് എന്നെ വിളിച്ച് പറഞ്ഞു. അമ്മായിമ്മയുടെ കൂടെ ട്രാവൽ ചെയ്യാൻ എനിക്കത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നല്ല സ്നേഹത്തോടുകൂടി പെരുമാറുന്ന അവരെ എങ്ങനെയാണ് ഈ സിറ്റുവേഷനിലും നിരാകരിക്കുന്നത്? അങ്ങനെയാണ് ഞാൻ പോയത്. ഞങ്ങൾ 3 പേരും കൂടി കാറിനാണ് പോയത്. അമ്മായിമ്മയും ഞാനും മുന്നിൽ, ആ ചെക്കൻ പുറകിൽ. അവനാണെങ്കിൽ എന്തൊക്കെയോ പാട്ടുകൾ പാടി പഠിക്കുകയാണ്. കൂട്ടത്തിൽ അമ്മായിമ്മയും മൂളുന്നുണ്ട്. ഇടയ്ക്ക് അമ്മായിമ്മ പറഞ്ഞു, മോനെ നിനക്ക് എൻ്റെ മരുമോനെ ഇഷ്ടപ്പെട്ടോന്ന്? പിന്നെ ചേട്ടൻ അടിപൊളിയല്ലേ? ആഹാ, അവന് നല്ല സൗന്ദര്യമുണ്ടോ മോനെ എന്ന് ചോദിക്കുന്നു. ഈ ചെക്കനെ കാണാൻ നല്ല സുന്ദരനാണ്. അമ്മായിമ്മ എന്തിനാണ് എൻ്റെ കാര്യം അവനോട് ഇങ്ങനെ ചോദിക്കുന്നത്? അപ്പോൾ ചെക്കൻ ഫോൺ നോക്കിയിട്ട് പറയാണ്, പിന്നെ ചേട്ടൻ സുന്ദരനല്ലേ? എന്താണെന്നറിയത്തില്ല, എൻ്റെ മോള് ഇവനെ വിട്ടിട്ട് ദേ വേറെ കോന്തൻ്റെ കൂടെ പോയതും. അവനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കാശിനും കൊള്ളില്ല. എൻ്റെ മോൾക്കെന്താ വട്ടാണോ? എനിക്കറിയില്ല മോനെ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്കൊരു പിടിയില്ല. ഇത്തരം ചോദ്യങ്ങളും പറച്ചിലുമൊക്കെ എനിക്ക് ഇറിറ്റബിളായി തോന്നി. പക്ഷെ ഞാൻ വേണ്ടിയില്ല. ഉടനെ ആ ചെക്കൻ പറയുകയാണ്, ആൻറ്റിയുടെ മോളല്ലേ, അവളെ എനിക്ക് തോന്നുന്നു മുഖമൊന്നുമല്ല പ്രതീക്ഷിച്ചത്, വേറെന്തെങ്കിലും ആകുമെന്ന്. ഉടനെ അമ്മായിമ്മ, നീ എന്താണ് ഉദ്ദേശിച്ചത് എൻ്റെ മോളെ പറ്റിയിട്ട്? അവൾ എന്തുദ്ദേശിച്ചെന്നാ? അപ്പോൾ ചെക്കൻ പറയുന്നത് ഒരു കനത്ത തെറി, അതായിരിക്കും അവൾ ഉദ്ദേശിച്ചതെന്ന്. അപ്പോഴേക്കും അമ്മായിമ്മ പെട്ടെന്ന് ഭാവം മാറി പൊട്ടിച്ചിരിച്ചു. അയ്യോ, അങ്ങനെ ആയിരിക്കുമോടാ? നിനക്ക് അങ്ങനെയാണോ തോന്നുന്നത്? അപ്പം എൻ്റെ മരുമകനേക്കാൾ അവൻ മെച്ചമാണെന്നാണോ നീ പറഞ്ഞത്? അതിന് നീ അവനെ അടുത്ത് കണ്ടിട്ടുണ്ടോടാ? പിന്നെ ചേച്ചിയും അയാളും കൂടെ ചുറ്റി നടക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടതല്ലേ. അയാൾ ഗൾഫിൽ പോയി കഴിഞ്ഞ ശേഷമാണല്ലോ ചേച്ചിയുടെ കല്യാണം നടന്നത്. ഒരു പക്ഷേ ആൻറ്റിയാകും അതെല്ലാം കാരണക്കാരി. നിർബന്ധിച്ച് കല്യാണം കഴിച്ചുകൊണ്ടാണ് അവർ ഓടിപ്പോയത്. ഒന്ന് പോടാ, ഞാൻ നിർബന്ധിച്ചൊന്നുമില്ല. ഞാൻ മോനോട് എല്ലാ സത്യങ്ങളും പറഞ്ഞതാണ്. അവൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ കല്യാണത്തിന് സമ്മതിച്ചത്. ഞാൻ ഓർത്തോ അവളിങ്ങനെ ചെയ്യുമെന്ന്? അതുകൊണ്ട് ഇപ്പം എൻ്റെ മരുമകൻ ദുഃഖത്തിലായി. അവനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കൂടെ അവനെ കൂട്ടുന്നത്. എടാ, എന്നാലും എൻ്റെ മരുമകനേക്കാൾ മെച്ചമാണ് അവളുടെ ആദ്യത്തെ കാമുകനെന്ന് നീ എങ്ങനെ പറഞ്ഞു? അല്ല ആൻറ്റി, പിന്നെ അവർ എന്തിനാണ് ഇത്രയും നല്ലൊരു ചേട്ടനെ ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോയത്? അപ്പോൾ അയാളിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണില്ലേ? അതാണ് ചെക്കൻ ഞാനും ചോദിച്ചത്. നീ അവനെ അടുത്ത് കണ്ടിട്ടില്ലേ? എന്ത് കണ്ടിട്ടാണ് അവൾ പോയത്? അപ്പോൾ അവൻ പറഞ്ഞു,
തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന എന്തോ കണ്ടിട്ടായിരിക്കും പോയത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അമ്മായിമ്മ പൊട്ടിച്ചിരിച്ചു. മോനെ, നിനക്കറിയാമോ, ഇവൻ കൊച്ചു പയ്യനാണെങ്കിലുമില്ലേ മിടുക്കനാണ്. അവൻ നോക്കി ഉൾക്കാമ്പിൻ്റെ കാര്യങ്ങൾ നന്നായി പറയും. അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്, എന്ത് വിചിത്രമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നെ തോളുകൊണ്ട് ഒന്ന് മുട്ടി. എന്താടാ നീ ഒന്ന് സംസാരിച്ചില്ലേ? നീ എന്താ കോളേജിലൊന്നും പഠിക്കാതെ സ്കൂളിലൊന്നും പഠിക്കാതെ വന്നവനാണോ? നിനക്ക് ഫ്രണ്ട്സ് ഇല്ലേ? ഫ്രണ്ട്സിനോടൊക്കെ നിങ്ങൾ എന്താ സംസാരിക്കുന്നത്? അല്ലമ്മേ, നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ഫ്രണ്ട്സ് ആകുന്നത്? മോനാകാനുള്ള പ്രായമല്ലേ ഉള്ളൂ. എടാ, ഇവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ഞങ്ങളുടെ ഗാനശാഖയിൽ അംഗമാണ്. അന്ന് തൊട്ടേ എനിക്കറിയാം. ഞങ്ങളൊന്നിച്ച് എവിടെല്ലാം പാടാൻ പോയിരിക്കുന്നു അല്ലേ മോനെ? ആ അതെ ആൻറ്റി. പിന്നെ വേറൊരു കാര്യമുണ്ട്, അന്ന് തൊട്ട് ഞാൻ ഇവരിൽ ശ്രദ്ധിക്കുകയാണ്. ഇവൻ ആളുകളെ സൂക്ഷ്മമായി അനലൈസ് ചെയ്യും. ഇവനെ ഒരു സൈക്കോളജി മെൻറ്റാലിറ്റി ഉണ്ട്. നീ ഇപ്പോൾ സൈക്കോളജി കണ്ടാ പഠിക്കുന്നത്? ആ അതെ ആൻറ്റി. കണ്ടോ, അവൻ എല്ലാ കാര്യങ്ങളും അറിയാം. നോക്കി അവൻ കണ്ടുപിടിക്കും. ഇപ്പോൾ എൻ്റെ മകള് ഒളിച്ചോടി പോകുന്നതിനൊരു കാരണം എനിക്കും അറിയില്ലായിരുന്നു. ഇവനോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പിടികിട്ടി. ഇപ്പം നിനക്ക് മനസ്സിലായോ? നിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൻ താരതമ്യം ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ആദ്യ കാമുകനാണ് മെച്ചം. അപ്പോൾ അവൾ സൗന്ദര്യമോ ജോലിയോ ഒന്നും നോക്കിയില്ല. അങ്ങനെ തേടി നടന്ന വള്ളി കാൽ ചുറ്റിക്കഴിഞ്ഞപ്പോഴേക്കും അവളങ്ങ് പോയതാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അസ്വസ്ഥയായി. ഇവരെന്തൊക്കെയാണ് സംസാരിക്കുന്നത്? എന്നെ കളിയാക്കാൻ വേണ്ടി കൊണ്ടുവന്നാണോ എന്ന് ഞാൻ ഓർത്തു. ഇനി എന്തെങ്കിലും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികരിക്കണമെന്ന് വിചാരിച്ച് ഞാൻ ജാഗരൂകനായിട്ടിരുന്നു. അപ്പോൾ ചെക്കൻ പറയുകയാണ്, ആൻറ്റിയുടെ മോള് കാമുകനുമൊത്ത് കറങ്ങി നടന്നു. അവർ നേരത്തെ എല്ലാം കഴിഞ്ഞതാണ്, എല്ലാം അറിഞ്ഞതാണ്. പിന്നീട് എന്തോ ആശയവിനിമയ തകരാറുണ്ടായി. അവർ മാറുന്നു. അവൾക്ക് എന്താണോ വേണ്ടത് തേടിപ്പോയി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഈ മനുഷ്യൻ പറ്റിക്കപ്പെട്ടു. ആൻറ്റി അതിന് കൂട്ടുനിന്നു. ഒന്ന് പോടാ, ഞാൻ ഒരിക്കലും കൂട്ടു നിന്നിട്ടില്ല. ഞാൻ എൻ്റെ മോനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കൂടെ നിൽക്കുകയാണ്. നീ വെറുതെ ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം കുറയ്ക്കരുത്. ഇനി അവളെവിടെ പോയാലും ഇതെൻ്റെ മരുമോൻ തന്നെയാണ്. അങ്ങനെ മരുമോനാണെന്ന് പറഞ്ഞ് കൊണ്ടു നടന്നിട്ട് എന്ത് പ്രയോജനമാണ് ആൻറ്റി? അദ്ദേഹത്തിന് പുതിയൊരു വിവാഹ ജീവിതം വേണ്ടേ? അതൊക്കെ ഞാൻ ശരിയാക്കി കൊടുക്കും. ആ മൂദേവി ഇങ്ങ് വരട്ടെ, നമുക്ക് വിവാഹമോചനം നടത്തിയിട്ട് അവൻ്റെ കാര്യം ശരിയാക്കി കൊടുക്കാം. അവളേക്കാൾ നല്ലൊരു സുന്ദരിയെ തന്നെ എൻ്റെ മോനെ ഞാൻ കണ്ടുപിടിച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞു, അമ്മേ ഈ സംഭാഷണം നിർത്ത്, എനിക്ക് സുന്ദരിയും വേണ്ട, ആരും വേണ്ട എന്ന് പറഞ്ഞ് അത് നിർത്താൻ ശ്രമിച്ചു. ചെക്കൻ ഉടനെ ഇടപെട്ടു. സോറി ചേട്ടാ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഫ്രണ്ട്സിനെ പോലെ പ്രായ വ്യത്യാസം കാര്യമാക്കാറില്ല. എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാറുണ്ട്. ചേട്ടന് അത് ഹർട്ടായെങ്കിൽ സോറി. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് തോന്നുന്നത് ഒരിക്കലൊരു സുന്ദരി പെണ്ണിനെ ഈ ആൻറ്റി ചേട്ടന് കണ്ടെത്തി തരില്ലെന്നാണ്. ഉടനെ അമ്മായിമ്മ കയറി ഏറ്റു. എന്താണ് നീ അങ്ങനെ പറഞ്ഞത്? എൻ്റെ മരുമോന് നല്ലൊരു ജീവിതം ഞാൻ ഉണ്ടാക്കി കൊടുക്കില്ലെന്ന് നിന്നോട് ആര് പറഞ്ഞു? എൻ്റെ തീരുമാനങ്ങൾ നീയാണോ നിയന്ത്രിക്കുന്നത്? നീ എൻ്റെ ഭർത്താവാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ചെക്കൻ പറഞ്ഞു, ഭർത്താവൊന്നുമല്ലെങ്കിലും ആൻറ്റിയുടെ ഉള്ളിലിരിപ്പ് എനിക്ക് നന്നായിട്ടറിയാം. മോള് പോയത് ഇപ്പോൾ ഭാഗ്യമാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്താടാ എൻ്റെ മരുമകൻ കഷ്ടത്തിലായതും എൻ്റെ മോൾ അങ്ങനെ പോയതും ഭാഗ്യമാകുന്നത് എങ്ങനെയാണ്? നീ തോന്നിയാസം പറയരുത്, വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണോ? അപ്പോൾ അവൻ പറഞ്ഞു, എന്തിനാ എൻ്റെ ആൻറ്റി വെറുതെ ഇങ്ങനെ കിടന്ന് ഡ്രാമ കളിക്കുന്നത്? സത്യം പറ, നിങ്ങളല്ലേ കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് അയച്ചത് മരുമകനെ ഓർത്താണ് വട്ടം കറക്കുന്നതെന്ന്? അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പുറകിലോട്ട് നോക്കിയിട്ട്, എടാ എന്തൊക്കെയാണ് നീ പറയുന്നത്? പറഞ്ഞ് എൻ്റെ മോനെ കൂടി നീ കൺഫ്യൂസ് ആക്കരുത്. ആഹാ അങ്ങനെയാണോ? എങ്കിൽ നിങ്ങൾ അയച്ച മെസ്സേജ് ഞാൻ കേൾപ്പിക്കാം. വേണ്ട, ഞാൻ അങ്ങനല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, ചേട്ടാ ഇപ്പം ഞാൻ ഈ സസ്പെൻസ് എല്ലാം പൊട്ടിക്കാം. നമ്മൾ കോഴിക്കോട് പോകുന്നത് ഗാനമേളയ്ക്കാണെന്ന് പേര് മാത്രമാണ്. എടാ നിന്നോട് അടങ്ങിയിരിക്കാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് അമ്മായിമ്മ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, അമ്മ ഒന്ന് നിർത്തിക്കേ, അവൻ എന്താ പറയാനുള്ളതെന്ന് കേൾക്കട്ടെ. എന്താ മോനെ വോയിസ് മെസ്സേജ്, എന്നെ ഒന്ന് കേൾപ്പിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പ്ലേ ചെയ്ത് കേൾപ്പിച്ചു. എടാ കേൾപ്പിക്കരുത്. പക്ഷേ അവൻ കേൾപ്പിക്കുക തന്നെ ചെയ്തു. അപ്പോൾ അമ്മായിമ്മ അവനോട് പറയുകയാണ്, എടാ ഇന്നലെ രാത്രി കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. അവനെ ഓർത്താടാ ഞാൻ ഇന്നലെ കളം വരച്ചത്. കളം നിറഞ്ഞങ്ങ് ഒഴുകി. അപ്പോൾ എനിക്ക് സുഖകരമായിട്ടുള്ള ഉറക്കം കിട്ടി. ഒത്തിരി നാളായി ഞാൻ നന്നായിട്ട് ഉറങ്ങിയിട്ട്. അപ്പോൾ അവൻ തിരിച്ച് മറുപടിയായിട്ട്, നിങ്ങൾക്ക് എന്തിൻ്റെ സൂക്കേടാ തള്ളേ എന്നൊക്കെ ചോദിച്ച് തമാശയ്ക്ക് മറുപടി അയക്കുന്നതും ഒക്കെ അതിനകത്തുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞെട്ടിപ്പോയി. അമ്മ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. അമ്മായിമ്മ ഒന്നും മിണ്ടിയില്ല. ഞങ്ങളുടെ രണ്ടുപേരോടും പിണങ്ങി. എന്നിട്ട് പുറത്തേക്ക് നോക്കിയിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും
മൂക്കു ചീറ്റുന്നു. അപ്പോൾ പുറകിലിരുന്ന് ചെക്ക പറയാൻ തുടങ്ങി. ആൻറ്റി കണ്ണീരും കരച്ചിലും തുടങ്ങി. ഇനിയിപ്പോൾ കഥയല്ലിത്, ജീവിതം എന്ന പോലെയാകുമെന്ന്. അപ്പോഴേക്കും അമ്മായിമ്മ അവനെ നോക്കിയിട്ട് പോടാ, എടാ നിന്നെ ഞാൻ സുഹൃത്തിനെ പോലെ കരുതി എല്ലാം പറഞ്ഞു. നീ ഇപ്പം എന്നെ അപമാനിച്ചില്ലേ? ആഹാ, അപ്പോൾ ഇത്ര നേരം പറഞ്ഞതൊന്നും അപമാനിക്കുന്നതല്ലായിരുന്നു എന്നവൻ ചോദിച്ചു. എന്നാൽ നീ വോയിസ് മെസ്സേജ് എന്തിനാണ് എൻ്റെ മരുമനെ കേൾപ്പിച്ചത്? എൻ്റെ പൊന്നാൻറ്റി, നിങ്ങളുടെ മനസ്സിലെന്താണെന്ന് അറിയണ്ടേ? ഞാനാണെങ്കിൽ ചുമ്മാ നിങ്ങളോട് പണ്ട് തമാശയായിട്ട് പറഞ്ഞു, ആണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഉടനെ ഞാൻ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഹരമായി. ഓരോ ആണുങ്ങളെ കാണുമ്പോഴേക്കും ആൻറ്റി എന്താ എന്നോട് പറയാറുള്ളത്? ഇവൻ എങ്ങനെയുണ്ട്, നീ ഒന്ന് ഊഹിച്ചെടുക്ക്, എന്നിട്ട് എന്നോട് പറയടാ സെൻറ്റിമീറ്റർ കണക്കിൽ എന്നല്ലേ പറഞ്ഞത്? ആ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും ആൻറ്റി എല്ലാം എൻ്റെ കുറ്റമാണ്. ഞാനാണെങ്കിൽ നിന്നെ സുഹൃത്തിനെ പോലെ കണ്ടു. അപ്പോൾ അവൻ പറഞ്ഞു, സുഹൃത്തിനെ പോലെ ഞാൻ സഹായിച്ചു. അല്ല, എന്തിനാണ് 40 വട്ടം മോള് പോയതിൽ പിന്നെ മരുമകൻ ഒറ്റയ്ക്കാണ്. അവനെ ഓർക്കുമ്പോൾ എനിക്ക് ഒഴുകുന്നു കരയുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചോദിക്കണം, മരുമകനെ എങ്ങനെ ആശ്വസിപ്പിക്കുന്നു? അപ്പോൾ നിങ്ങൾക്ക് കളം വരച്ച കാര്യവും പട്ടം കറക്കിയ കാര്യവും കിണറ്റിൽ കയറിറക്കിയ കാര്യമൊക്കെ പറയണം. ഇതല്ലേ നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം? നിങ്ങൾക്ക് മരുമകനോട് അഗാധമായ അട്രാക്ഷനും സ്നേഹവുമാണ്. അത് കേൾക്കാൻ ഞാനൊരാൾ കൊച്ചു പയ്യനായതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പറയുകയും ചെയ്യാം. ഞാൻ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ കുതിര കയറും. ഇത് നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണ് ആൻറ്റി. എൻ്റെ അടുത്ത് നടക്കില്ല. ഞാനിപ്പോൾ ഇത് പൊട്ടിക്കും. മരുമകനോടുള്ള പ്രേമം കൂടിയിട്ടല്ലേ നിങ്ങളിപ്പോൾ പുള്ളിയെ വിളിച്ചുകൊണ്ട് കോഴിക്കോടേക്ക് പോകുന്നത്? അതേടാ, എനിക്ക് പ്രേമമുണ്ട്, സ്നേഹമുണ്ട് എൻ്റെ മരുമകനോട്. കണക്കായിപ്പോയി. കോഴിക്കോട് ചെന്നിറങ്ങുമ്പോൾ നീ നിൻ്റെ വഴിക്ക് പൊക്കോണം. നമ്മൾ തമ്മിൽ ഇനി പാട്ടുമില്ല കൂത്തുമില്ല എന്ന് പറഞ്ഞപ്പോൾ ചെക്ക പറഞ്ഞു, ഓഹോ ഓക്കെ, അതിനെന്താ ഉള്ളത് പറഞ്ഞപ്പോൾ കള്ളിക്ക് തുള്ളൽ എന്ന് പറഞ്ഞിട്ട് അവൻ മിണ്ടാതിരുന്നു. ഉടനെ അമ്മായിമ്മ അവനെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങി. മോനെ, നീ ഒരു കാര്യം കേൾക്കാം. ആദ്യം കണ്ടപ്പോഴേ എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. എൻ്റെ മോൾക്ക് ഏറ്റവും നല്ലൊരു പയ്യൻ വരുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഒത്തിരി സന്തോഷിച്ചു. നിന്നോട് ഞാൻ വളരെ സ്നേഹത്തിലും ഒക്കെയല്ലേ പെരുമാറിയത്. എൻ്റെ മക്കളെക്കാൾ കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിച്ചു. ആ മൂദേവി അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതല്ലല്ലോടാ. പക്ഷേ അവൾ അങ്ങനെയൊക്കെ കാണിച്ചു. എൻ്റെ കയ്യിൽ തെറ്റ് കാണുമായിരിക്കാം, പൂർവ്വകാമുകരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അവൾ എന്നോട് പറഞ്ഞതാടാ അവൻ ഉപേക്ഷിച്ചു എന്ന്. അതുകൊണ്ടല്ലേ കല്യാണം നടന്നത്. പെട്ടെന്ന് അവൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാനും ഞെട്ടിപ്പോയി. ഞാൻ നിൻ്റെ കാര്യമാണ് എപ്പോഴും ആലോചിച്ചത്. നീ ഇനി എന്ത് ചെയ്യും? നിനക്കൊരു ഇണയും തുണയും ഇല്ലോന്ന്. അങ്ങനെ ആലോചിച്ചപ്പോൾ അറിയാതെ എൻ്റെ മനസ്സിൽ നിന്നോട് ഒത്തിരി സ്നേഹമായി. ഇവനോടാണ് ഞാൻ എല്ലാം പറയുന്നതും. ഇവനാണെങ്കിൽ എല്ലാം തുറന്ന് പറഞ്ഞ ടൈപ്പാണല്ലോ. അന്ന് തൊട്ട് ഞാൻ അവനോട് പറഞ്ഞു എനിക്കിങ്ങനെ തോന്നുന്നു. അപ്പോൾ അവനാണ് പറഞ്ഞത്, എന്തായാലും ചേട്ടൻ ഞാനൊന്ന് കാണട്ടെ എന്ന്. കണ്ടു കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോൾ വൈകുന്നേരം വിളിച്ചപ്പം ഇവനെന്താ പറഞ്ഞെന്നറിയാമോ മോനെ? ആൻറ്റി പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒളിഞ്ഞിരിപ്പുണ്ട് മരുമകനിൽ, അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാമെന്നും. അങ്ങനെ ഇവനാണ് എന്നെ പറഞ്ഞ് കൊതിപ്പിച്ചത്. ഇവനിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ കഴിവുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോൾ അവൻ പറഞ്ഞു തമാശയ്ക്ക് പറഞ്ഞതാണെന്നും. ഇവനെ എന്താ ചെയ്യേണ്ടതും? ഇവനെ ഇവിടെ ഇറക്കി വിടുകയാണ് ചെയ്യേണ്ടതും. അങ്ങനെ ഇവൻ പറഞ്ഞത് കേട്ട് ഞാൻ അറിയാതെ മോഹിച്ചു. അപ്പം നിങ്ങൾ അതിനു മുമ്പ് മോഹിച്ചില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവനോട് ആ മോഹിച്ചതാ, നിനക്കെന്താ, നീ അല്ലേ പറഞ്ഞതും മോഹിക്കാൻ മാത്രം ഉണ്ടെന്ന്. അപ്പം ഞാൻ നിന്നോട് പറഞ്ഞു ഞാൻ ഇന്നലെ കളം വരച്ചു എന്ന്. അപ്പം നീ പറഞ്ഞില്ലേ കളം വരച്ചത് നല്ലതാണ്, കളം നിറഞ്ഞൊഴുകിയോ, നീ ഇല്ലടാ ചോദിച്ചത്. ആ സമയത്ത് എനിക്ക് മനസ്സിലായി ഇവർ രണ്ടുപേരും എന്നെ ഇട്ട് വട്ടം ചുറ്റിക്കുകയാണെന്ന്. ഞാൻ പറഞ്ഞു ഇത് ഒരു കള്ള വഴക്കാണ്, നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ കളിയാക്കുകയാണെന്ന്. ഉടനെ അമ്മായിമ്മ പിന്നെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കള്ള വഴക്കല്ല, യഥാർത്ഥ സ്നേഹത്തിൻ്റെ വഴക്കാണ്. എൻ്റെ മനസ്സിൽ നിന്നോട് ഒത്തിരി ഇഷ്ടമുണ്ട്. എൻ്റെ മോള് എവിടെയെങ്കിലും പോട്ടെ, എനിക്ക് പ്രശ്നമില്ല, പോയത് നന്നായി. എൻ്റെ മനസ്സിലെ ആഗ്രഹം ഞാൻ എൻ്റെ സുഹൃത്തായ ഇവനോടാണ് പറഞ്ഞത്. അപ്പോൾ ഇവനാണ് പറഞ്ഞത് നമുക്കൊരു യാത്രയിൽ ഇതെല്ലാം പുറത്തേക്ക് എടുക്കാമെന്നും. ഇന്ന് ഞാൻ വഴക്കുണ്ടാക്കിയെന്ന് ഭാവിച്ചാലും ഇതെല്ലാം നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. അതിനെന്നെ സഹായിച്ചത് എൻ്റെ ചെക്കനാണ്. മോനെ, മരുമോനെ, നീ ഇപ്പോഴെങ്ങും മറുപടി പറയരുത്. അമ്മയ്ക്ക് നോന്ന് പറഞ്ഞത് കേൾക്കാൻ വയ്യ. അതുകൊണ്ടാണ് നിൻ്റെ ഈ അവസ്ഥയിൽ നിന്നെ സഹായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പ്ലീസ് എൻ്റെ സ്നേഹം നീ നിരസിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അമ്മായിമ്മ ചേർന്നിരുന്നു. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല.
ഞാനിപ്പോൾ ചോദിച്ചു അമ്മയും ഇവനും തമ്മിൽ ഏത് തരത്തിലുള്ള സൗഹൃദമാണെന്ന്. അപ്പോൾ അമ്മായിമ്മ പറയുകയാണ്, എടാ അവന് നീ വിചാരിക്കുന്ന ടൈപ്പ് ഒന്നുമല്ല, അവൻ വേറൊരു ടൈപ്പാണ്. അതുകൊണ്ട് അവനും ഞാനും തമ്മിൽ എന്താ സാധാരണ രണ്ട് സ്ത്രീ സുഹൃത്തുക്കളെ പോലെ അല്ലെങ്കിൽ രണ്ട് ആൺ സുഹൃത്തുക്കളെ പോലെ മാത്രം, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഏകദേശം കാര്യങ്ങളുടെ കിടപ്പ് എനിക്ക് മനസ്സിലായി. ചെക്കൻ ഒരു നിരുപദ്രവകാരിയാണ്, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഒത്തിരി സംസാരിച്ചും ചിരിച്ചും കളിച്ചുമാണ് ഞങ്ങൾ കോഴിക്കോട് വന്നത്. പിന്നെ അവരുടെ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അമ്മായിമ്മയിൽ നല്ല ഇൻട്രസ്റ്റ് തോന്നി. കാര്യം അവർ ഒരു കഴിവുറ്റ സ്ത്രീയാണെന്ന്. അന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്നോട് ആ ചെക്കനാണ് പറഞ്ഞത്, ചേട്ടാ ഇത് പിന്മാറരുത്, യാതൊരു ബാധ്യതയില്ലാത്ത ഒരു ബന്ധമാണ്. നിങ്ങൾക്ക് ഇനിയെങ്കിലും ജീവിതത്തിൽ ഒരു റിലാക്സേഷൻ വേണം. അമ്മായിമ്മ ആണെന്ന് വെച്ചിട്ട് നിങ്ങൾ ഒഴുകഴിവ് പറയരുത് എന്ന് പറഞ്ഞ് അവൻ എൻ്റെ മനസ്സിനെ മാറ്റിമറിച്ചു. അങ്ങനെ ഞാൻ ആ റൂമിലേക്ക് പിച്ച വെച്ചു. എൻ്റെ മോള് പോയെങ്കിൽ പോട്ടെ മോനെ, എനിക്കും നിൻ്റെ സ്നേഹം ആവശ്യമുണ്ട്, നീ എന്നെ മനസ്സിലാക്കൂ എന്നൊക്കെ പറഞ്ഞ് കാതരഭാവത്തിൽ അവർ സംസാരിച്ചു. എനിക്കൊന്നും പറയാനില്ലായിരുന്നു. എൻ്റെ മനസ്സിൽ ഒത്തിരി നാളായി സംഘർഷങ്ങളും ടെൻഷനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആഴക്കടലിൽ നീന്തി തുടിച്ച് ഒന്ന് റിലാക്സ് ആകാൻ ഞാനും മോഹിച്ചിരുന്നു. നിലയില്ലാ കയത്തിൽ ഞാനും അന്ന് വീണുപോയി. നീന്തി തുടിച്ച് പതുക്കെ നീന്തൽ പഠിച്ച് ഞാൻ കരകയറിയ പോലായി. പക്ഷേ എൻ്റെ മനസ്സ് മനസ്സിലാക്കിയതുപോലെ അമ്മായിമ്മ എന്നോട് പറഞ്ഞു, ഒന്നിൽ അവസാനിപ്പിക്കരുത്, നിനക്ക് പറ്റുന്നത്രയും പടവുകൾ നീ ഇന്ന് കയറണമെന്ന് പറഞ്ഞു. അമ്മായിമ്മയുടെ ആ നിർദ്ദേശം ഞാൻ അനുസരിച്ചു. നേരം വെളുപ്പായപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കുമുണ്ടായ ആ വൈബ് എനിക്ക് വർണ്ണിക്കാൻ പറ്റുകയില്ല. അന്ന് തുടങ്ങിയ ബന്ധമാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് പയ്യനുമുണ്ട്. അവൻ പറഞ്ഞത് ഒരു പ്രശ്നവുമില്ല, ഇങ്ങനെ മുന്നോട്ട് പോകാമെന്ന്. പക്ഷേ ഇപ്പോൾ അമ്മായിമ്മ എന്നോട് പറയുകയാണ്, നിൻ്റെ വിവാഹമോചനം നടന്നാൽ ഉടനെ തന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടി എവിടേക്കെങ്കിലും സെപ്പറേറ്റഡായിട്ട് മാറി താമസിക്കാം. ഹസ്ബൻഡ് തനിയെ താമസിച്ചോളും, അങ്ങേരെ കൊണ്ട് ഒരു ഉപകാരവുമില്ലെന്ന്. ചെക്കനാണെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുകയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എൻ്റെ ഭാര്യ ഞാനും കൂടെ ഉടനെ തന്നെ മ്യൂച്വലിന് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് വ്യക്തിപരമായൊരു കാര്യവും ഇഷ്ടമൊക്കെയാണ്, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട എന്തെങ്കിലും കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഭാര്യയുമായി വിവാഹമോചനം കിട്ടുമെന്ന് വെച്ചു, രണ്ടുപേരും കൂടെ മ്യൂച്വലായി വിവാഹമോചനം ചെയ്തു. അപ്പം നിങ്ങളും അവർ സ്വതന്ത്രരായി. അവർക്ക് വേണമെങ്കിൽ കാമുകനെ കല്യാണം കഴിക്കാം, നിങ്ങൾക്ക് പുതിയൊരാളെ കല്യാണം കഴിക്കാം. പക്ഷേ അമ്മായിയമ്മ സ്വന്തം ഭർത്താവിനെ വിട്ട് നിങ്ങളുടെ കൂടെ വന്നു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീഗലി അവിടെ കല്യാണമൊന്നും കഴിക്കാൻ പറ്റില്ല. അത് ചുമ്മാ ഒരു സമാന്തര ബന്ധമായിട്ട് ഇങ്ങനെ പോവുകയുള്ളൂ. അപ്പം അതൊക്കെയാണോ നിങ്ങളുടെ ജീവിത ലക്ഷ്യം? എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ ചെക്കൻ ഇതിനിടയ്ക്ക് കിടന്ന് എന്തിനാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് അറിയില്ല. എന്തായാലും എനിക്ക് തോന്നുന്നത് വേറെ എന്തൊക്കെയോ സെറ്റപ്പുകളും നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളും അവിടെയുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ശാശ്വതമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. താൽക്കാലികമായ സമാശ്വാസ സമ്മാനങ്ങൾ എല്ലാ കാലത്തേക്കും ഉപകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സൂക്ഷിച്ചും കണ്ട് നിൽക്കാൻ എപ്പോഴും പറയാറുണ്ട്. വിവേകം നഷ്ടപ്പെടുന്ന രീതിയിൽ ഇത്തരം ബന്ധങ്ങളിൽ ഒരിക്കലും വ്യാപൃതരാകരുത്. അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നങ്ങളെ ഉണ്ടാകും. അതിൽ നിന്ന് കരകയറാൻ നോക്കുക. നിങ്ങൾക്ക് ഇനിയും നല്ലൊരു ജീവിതം കാത്തിരിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം.